ഞാനിന്ന് എത്തിയത് ഊട്ടിയിലെ കുറച്ച് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ഞാൻ പോയത് ഊട്ടി റെയിൽവേ സ്റ്റേഷനിലാണ്. പലപ്പോഴും സംഭവിച്ച പോലെ തന്നെ ഈ പ്രാവശ്യവും സംഭവിച്ച് ഇവിടെ എത്തി ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ. എന്തായാലും ഇതിൽ കയറാൻ പറ്റില്ല എന്നുള്ള സംഭവം ഓക്കെ ആയിട്ടുണ്ട്. അതായത് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇവിടെ ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാരുടെ എണ്ണമാണ് ഏറ്റവും കൂടുതലുള്ളത്. ടിക്കറ്റ് കിട്ടിയവരുടെ എണ്ണം കുറച്ചേ ഉള്ളൂ കേട്ടോ. പക്ഷേ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മളൊന്ന് ഇതിലൊക്കെ ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ച് അതിലേക്ക് തിരിഞ്ഞ് കളിച്ച് ഇത്ര വലിപ്പമുള്ളൂ കേട്ടോ ഈ ട്രെയിൻ. ഏകദേശം 5 ബോഗി അങ്ങാൻ്റെ ഉള്ളൂ ഇതിന് വലുപ്പം വരുന്നുള്ളൂ. അങ്ങനെ ട്രെയിനിൻ്റെ വഴിക്ക് പോയി നമ്മളിനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് അടുത്തതായിട്ട് ലേക്കിലേക്ക് പോകാൻ വിചാരിച്ച് അങ്ങനെ ലേക്കിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അങ്ങനെ ഏകദേശം ലേക്കിലെത്തി അവിടുന്ന് ദൂരെ കാണുന്നൊരു കാഴ്ചയാണ്. അതായത് ഈ ലേക്കിൽ നിറച്ചും ബോട്ടുകളാണ്. പലതരത്തിലുള്ള പെഡൽ ബോട്ടുണ്ട്, സ്പീഡ് ബോട്ടുണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള ബോട്ടുകൾ, അതും പല നിറത്തിലുള്ള ബോട്ടുകൾ. അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു പാർക്ക് കണ്ടു കേട്ടോ. പാർക്കിലെത്തി നമ്മളൊക്കെ ഒന്ന് ചെറുപ്പകാലത്തിലേ പോയി. എന്തായാലും ഇതിലേക്ക് ചെറിയ കുട്ടികൾ കയറുന്നതാണ്. എന്തായാലും ഞങ്ങൾ അതിലൊക്കെ കയറി. പിന്നെ അതാ ബോട്ടുകൾ പല നിറത്തിൽ കേട്ടോ. നല്ല ഭംഗിയുണ്ട് ദൂരത്തേക്ക് ഇങ്ങനെ നോക്കിന്ന് കാണാൻ. പലരും വളരെ എൻജോയ് ചെയ്തിട്ട് മൈൻഡൊക്കെ നല്ല ഫ്രീ ആക്കിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഊട്ടിയിലെത്തിയാൽ കാണുന്നൊരു വേറൊരു ഫ്രെയിമാണ് ഈ അടുപ്പിച്ചടുപ്പിച്ചുള്ള വീടുകൾ കേട്ടോ. ഇത് കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ്. എന്തൊരു ഭംഗിയാണ് നോക്ക്, പല നിറത്തിലുള്ള ഇത് കാണാൻ. അങ്ങനെ രാത്രി ആയിട്ടോ. രാത്രി ആകുമ്പോഴും വേറൊരു ലുക്ക് തന്നെയാണ് ഈ വീടുകളൊക്കെ നമുക്ക് തരുന്നത്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ആകാശത്തിലേ നോക്കുന്ന നക്ഷത്രങ്ങൾ മാതിരിയാണ് തോന്നുക. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് സെറ്റപ്പാണ് കേട്ടോ. എന്തൊരു ഭംഗി. ഇവരെങ്ങനെയാണ് ഇത്രയും അടുപ്പിച്ചടുപ്പിച്ച് ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നും. പിന്നെ ഞങ്ങൾ നേരെ പോയത് പിറ്റേ ദിവസം പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ജനുവരി 26-ാം തീയതിയാണ് ഞങ്ങൾ വന്നത്. ഭയങ്കര തിരക്കായിരുന്നു. റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു. വരിയൊക്കെ പറഞ്ഞാൽ അപ്പുറം എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ പോലീസുകാർ പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നും വേണ്ട, വേഗം കയറിക്കോളിന്. കാരണം നമ്മളാരും അവരാൾക്കാരായിട്ടല്ല നമ്മളെ കയറ്റി വിട്ടത്. അത്രയും ബ്ലോക്കായിട്ട് ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയാലും പിന്നെ എല്ലാവരും ഫോട്ടോസ് എടുക്കൽ, റീൽസ് എടുക്കൽ, അങ്ങനെ വേറൊരു ലോകത്തേക്ക് എത്തിയ മാതിരിയാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോരുതാ ഒരു കുറച്ച് കുരങ്ങന്മാരെ കണ്ടേ. ഒരു കുട്ടിക്കുരങ്ങൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞ സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതതിൻ്റെ അമ്മൻ്റെ മേൽക്കൂടെ ചാടി അപ്പുറത്തെ പൈപ്പിൻ്റെ അടുത്തുനിന്ന് വേറൊരു കുരങ്ങൻ്റെ അടുത്ത് എത്തി. പിന്നെ നമ്മൾ ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഈ പൈൻ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് ഇപ്പോൾ കുറച്ചൊക്കെ വെയിലറച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശരീരത്തിലുള്ള തണുപ്പൊക്കെ മാറി ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ചില്ലായിട്ടുണ്ട്. ഇനി അടുത്തത് ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് പോകേണ്ടതെന്ന് ആലോചിച്ച് ഞാനിതാ അങ്ങനെ ഓടി ഈ പൈൻ ഫോറസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു.